السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. ഏറ്റവും അഭിവന്യരും ആദരണീയരുമായ ഉസ്താദുമാർ, സ്നേഹനിധികളായ മുതഅല്ലിം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ 108-ാമത്തെ അധ്യായമായി നമ്മെ പരിചയപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്തിൽ 3 ആയത്തുകൾ ഉണ്ടെങ്കിൽ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. ഈ സൂറത്തിലുടനീളം അല്ലാഹു നമ്മോട് പരിചയപ്പെടുത്തുന്നത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ആ മദ്ഹ് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ്. ഈ സൂറത്ത് മക്കിയാണെന്നും മദനിയാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. ഈ സൂറത്ത് നിത്യമായി ഒരുത്തൻ പാരായണം ചെയ്താൽ നാളെ സുഖലോക സ്വർഗത്തിലെ മുഴുവൻ നദികളിൽ നിന്നും അല്ലാഹു തആല അവനെ കുടിപ്പിക്കുമെന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാം. ഒരു മനുഷ്യന്റെ മനസ്സ് ലോലമാവാനും ഹൃദയം തെളിമയോടെ നിൽക്കാനും ഈ സൂറത്ത് പതിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. സൂറത്തുൻ നഹ്ർ എന്ന മറ്റൊരു പേരുള്ള സൂറത്തുൽ കൗസർ ഒരുപാട് അർത്ഥതലങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. ഈ സൂറത്ത് ഇറങ്ങാനുള്ള സന്ദർഭം ആസ് ബിൻ വാഇൽ അസ്സഹമി എന്ന വ്യക്തി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കിയിട്ട് അബ്തർ അഥവാ ആശ മുറിഞ്ഞവൻ, എല്ലാം മുറിഞ്ഞവൻ എന്ന്, ഭാവിയില്ലാത്തവൻ, ഭാവി തുലഞ്ഞവൻ എന്നെല്ലാം അർത്ഥം വരുന്ന അബ്തർ എന്ന പ്രയോഗം പ്രയോഗിച്ചപ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലെ പുതിയൊരു അധ്യായത്തെ ഇറക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താനങ്ങളിൽ 7 സന്താനങ്ങളിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയല്ലാത്ത എല്ലാ മക്കളും വഫാത്തായതുകൊണ്ട് തന്നെ അവസാനം ഖാസിം എന്ന മകനും വഫാത്താവുന്നു. ആ വഫാത്താവുന്ന സമയത്ത് ആസ് ബിൻ വാഇൽ എന്ന വ്യക്തി മുത്തുനബി തങ്ങൾ അബ്തർ എന്ന് പറഞ്ഞു കളിയാക്കുമ്പോൾ, ഭാവി തുലഞ്ഞെന്ന് കളിയാക്കുമ്പോൾ അല്ലാഹു ജല്ല ജലാലുഹു ആയത്തിറക്കുന്നു, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ അങ്ങ് വിഷമിക്കേണ്ട, അങ്ങേക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കൗസർ എന്ന് പറഞ്ഞാൽ ആ കൗസർ എന്നതിന്റെ അർത്ഥം ഒരുപാട് അനുഗ്രഹങ്ങൾ, കസ്റത്തുൻ നിഅമ, ഒരുപാട് അനുഗ്രഹങ്ങളാണെന്ന് തഫ്സീറിൽ കാണുമ്പോൾ മറ്റു തഫ്സീറുകളുടെ വിവർത്തനങ്ങളിലൂടെ നാം കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസർ, ഹൗദുൽ കൗസർ നൽകിയെന്നാണ്. രണ്ടായാലും വലിയ അർത്ഥതലങ്ങളിലൂടെയാണ് ആശയങ്ങൾ കടന്നു പോകുന്നത്. അതാ ഹൗദുൽ കൗസർ എന്ന് പറയുന്നത് പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും
തേനിനേക്കാൾ മധുരമുള്ളതും നല്ല രൂപമുള്ളതുമാണ്. ആ ഹൗലുൽ കൗസറിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹായി എന്ന് പറയുകയാണ്, നബിയെ അങ്ങേക്ക് നാം ഹൗലുൽ കൗസർ നൽകിയിട്ടുണ്ട് നബിയെ. ആ ഹൗലുൽ കൗസറിലെ പാത്രങ്ങൾ എങ്ങനെയാണ്? ആകാശത്ത് അല്ലാഹു പരിപാലിച്ചിട്ടുള്ള മുഴുവൻ നക്ഷത്രങ്ങളെയും എണ്ണി തിട്ടപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ അവകളുടെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം പാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൗലുൽ കൗസറിൽ നിന്ന് കോരി കുടിക്കാനായി വെച്ചിരിക്കുകയാണ്. അതാ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാ ഹൗലുൽ കൗസർ എന്ന് പറയുന്നത് രണ്ട് തരം കൗസറുണ്ട്. ഒന്ന് സിറാത്ത് പാലത്തിന്റെ മുമ്പാണ്, രണ്ടാമത്തത് സ്വർഗത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഹൗലുൽ കൗസറിൽ നിന്ന് കുടിച്ചാൽ പിന്നെയുള്ള ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ശാശ്വതമായി അവന് ദാഹിക്കുകയില്ലെന്ന് മുത്തുനബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അല്ലാഹു പറയുകയാണ്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയേ നിങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ നാം നൽകി, അല്ലെങ്കിൽ നാം നിങ്ങൾക്ക് ഹൗലുൽ കൗസർ നൽകി. അതുകൊണ്ട് തന്നെ ഫസല്ലി ലിറബ്ബിക, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിനെ തങ്ങൾ നിസ്കരിക്കണം, അവിടുത്തെ അല്ലാഹുവിനെ എപ്പോഴും സ്മരിക്കണം. മാത്രമല്ല വൻഹർ, അവിടുത്തെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി അങ്ങ് ബലിയർപ്പിക്കണമെന്നും പറയുകയാണ്. ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു അവിടുത്തെ മദ്ഹ് പറയുകയാണ്. മാത്രമല്ല ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നബിയേ അങ്ങ് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അങ്ങ് നിരാശപ്പെടേണ്ടതില്ല, വേദനിക്കേണ്ടതില്ല. കാരണം എന്താണെന്നറിയുമോ? അവരിലേക്ക് തന്നെയാണ് ഹുവൽ അബ്തർ, അങ്ങയെ നിഷേധിക്കുന്നവനാരോ അവൻ തന്നെയാണ് അബ്തർ എന്ന് അല്ലാഹു പറയുകയാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ എല്ലാ ഖൈറും മുറിഞ്ഞവൻ എന്നാണ് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുത്തുനബി തങ്ങളെ അവർ നിഷേധിച്ച് തങ്ങളെ കളിയാക്കിയെങ്കിൽ അല്ലാഹു തിരിച്ചവർക്ക് മറുപടിയായി ഇറക്കുകയാണ്. ഇവിടെ കൗസർ എന്ന് പറയുമ്പോ അതാ നമുക്ക് തഫ്സീറിൽ കാണാം, ഒരു ഉമ്മയോട് മകൻ യാത്ര പോയി വന്ന ശേഷം ആളുകൾ ചോദിക്കുകയാണ്, അല്ല ഉമ്മ, നിങ്ങളുടെ മകൻ യാത്ര പോയി വന്നിട്ട് തിരിച്ചു വന്ന് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അവിടുന്ന് പറയുന്ന ബികൗസർ, അതായത് ബിമാലിൻ കസീർ, ഒരുപാട് മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇവിടുന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാർ തങ്ങളോട് പറയുകയാണ്, ആരെങ്കിലും മിന്നാത്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് മനഃപ്പാഠമാക്കിയാൽ, ആ ഖുർആനിലുള്ള സൂറത്ത് മനഃപ്പാഠമാക്കിയാൽ, അതാ ലോകത്തുള്ള ഖുർആൻ മനഃപ്പാഠമാക്കിയ മുഴുവൻ ഹാഫിളീങ്ങളുടെയും എണ്ണത്ത് എത്രയാണോ ആ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവിന് പ്രതിഫലം കൊടുക്കുമെന്നും ഓരോ വചനത്തിനും ഒരുപാട് ഇരട്ടി പ്രതിഫലം കൊടുക്കുമെന്നും അല്ലാഹു തആല മുത്തുനബി തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമായിട്ട് അവിടുത്തെ അനുഗ്രഹമായി അല്ലാഹു ഇറക്കിയ സൂറത്താണ്. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ മദ്ഹ് അല്ലാഹു ഖുർആനിലൂടെ ഒരുപാട് ഞങ്ങളെ പഠിപ്പിക്കുമ്പോ അവിടുത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.